ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ടേസ്റ്റി ഈസി ചിക്കൻ കറിയാണ്. കുക്കിംഗ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ തിരക്കുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടൊരു ടേസ്റ്റി ഈസി ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. രാവിലത്തെ തിരക്കിനിടയിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഒരു ഈസി ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കടുകിന് പകരം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 3 സവാള, പച്ചമുളക്, ഒരു പഴുത്ത തക്കാളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്തൊന്ന് വഴറ്റി കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നില്ല, നമുക്ക് ഗരം മസാലയുടെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിത് വഴണ്ട് നല്ല ഇതിൻ്റെ മണമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായി പോയി കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ചിക്കൻ കറിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളവും ലാസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് കുറച്ച് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കണ്ടല്ലോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കറിവേപ്പില ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയി നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ടേസ്റ്റി ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം.